ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ. ഒരു എൻ്റർപ്രൈസിൽ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ്റെ ഡിസൈനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. The following factors have a bearing on the design of financial organization in an enterprise. First one, nature of business. ബിസിനസ്സിൻ്റെ സ്വഭാവം. സെക്കൻഡ് വൺ, സൈസ് ഓഫ് ബിസിനസ്സിൻ്റെ വലിപ്പം. തേർഡ് വൺ, ഫോം ഓഫ് ഓർഗനൈസേഷൻ്റെ രൂപം. ഫോർത്ത് വൺ, എബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഓഫീസറുടെ കഴിവ്. ഫിഫ്ത്ത് വൺ, ഓർഗനൈസേഷൻ ഓഫ് അതർ ഫങ്ഷൻ, മറ്റ് പ്രവർത്തനങ്ങളുടെ ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ, നാച്ചർ ഓഫ് ബിസിനസ്. സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ ബിസിനസ്സിൻ്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ ബിസിനസ്സിൻ്റെ സ്വഭാവത്തെ, നാച്ചർ ഓഫ് ബിസിനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. മാനുഫാക്ചറിംഗ് എൻ്റർപ്രൈസിന് വലിയ അളവിൽ ക്യാപിറ്റൽ ആവശ്യമാണ്. എന്നാൽ ഒരു ട്രേഡിംഗ് കൺസേണിന് താരതമ്യേന കുറഞ്ഞ അളവിൽ ക്യാപിറ്റൽ മതിയാവും. അതുപോലെ ഫിക്സഡ് അസറ്റിൽ കുറച്ച് ക്യാപിറ്റൽ മതി. എന്നാൽ കറൻറ്റ് അസറ്റ്സിൽ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനാൽ ഫിനാൻസ് ഫംഗ്ഷന് വേണ്ടി ഓർഗനൈസേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ ബിസിനസ്സിൻ്റെ സ്വഭാവം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫാക്ടറാണ് നാച്ചർ ഓഫ് ബിസിനസ്സിൻ്റെ സ്വഭാവം. The financial needs of a firm depend upon the nature of business. Manufacturing enterprises requires large amount of capital. On the other hand, a trading concern requires relatively a lesser amount of capital. It requires lesser investment in fixed assets, but it has to invest large amount in current assets. Hence, while designing the organization for finance function, the nature of business may be considered. സെക്കൻഡ് വൺ, സൈസ് ഓഫ് ബിസിനസ്സിൻ്റെ വലിപ്പം. സ്മാൾ ബിസിനസ്സിൽ ഫിനാൻസ് ഫംഗ്ഷൻ സെൻട്രലൈസ്ഡ് ആയിരിക്കും. റൂട്ടീൻ ഫിനാൻസ് ഫംഗ്ഷൻ പോലും ഹയർ ലെവൽ മാനേജ്മെൻറ്റിന് നിർവഹിക്കാൻ കഴിയും. എന്നാൽ ഒരു ബിഗ് ഓർഗനൈസേഷനിൽ ഫിനാൻസ് ഫംഗ്ഷൻ ഡീസെൻട്രലൈസ്ഡ് ചെയ്യേണ്ടതുണ്ട്, വികേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ കഴിയൂ. അപ്പോൾ ഇൻ എ സ്മാൾ ബിസിനസ് ദ ഫിനാൻസ് ഫംഗ്ഷൻ ക്യാൻ ബി ഹൈലി സെൻട്രലൈസ്ഡ്. Even routine finance function can be performed at a higher level of management. In a big organization, the finance function has to be decentralized. Then only it is possible to ensure smooth functioning. Next, form of organization. ഒരു ബിസിനസ്സിനുള്ളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഓർഗനൈസേഷൻ അതിൻ്റെ ഘടനയെ അടിസ്ഥാനമാക്കി വ്യത്യാസപ്പെടുന്നു. ഒരു ബിസിനസ്സിനുള്ളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഓർഗനൈസേഷൻ അതിൻ്റെ ഘടനയെ അടിസ്ഥാനമാക്കി വ്യത്യാസപ്പെടുന്നു. ഒരു സോൾ പ്രൊപ്രൈറ്ററി ഓർഗനൈസേഷനിൽ ഫിനാൻസ് ഫംഗ്ഷൻ ഓണറെയോ അസഹായികളെയോ ആശ്രയിച്ചിരിക്കും. എന്നാൽ പാർട്ണർഷിപ്പിൽ കളക്റ്റീവ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയ റെസ്പോൺസിബിലിറ്റി ഉൾപ്പെടുന്നു. കൂടാതെ കമ്പനികൾ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് നൽകുന്നു. അപ്പോൾ ദ ഓർഗനൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഫംഗ്ഷൻ വിത്തിൻ എ ബിസിനസ് വാരീസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് സ്ട്രക്ചർ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് റിലേ ഓൺ ദ ഓണർ ഓർ അസിസ്റ്റൻസ്. Partnership involve collective or specialized responsibility, and companies delegate ultimate responsibility to the board of directors with a dedicated finance department. Next one, ability of financial officersന്റെ കഴിവ്. ഒരു സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ ഓഫീസറിൻ്റെ കഴിവുകളെ ആശ്രയിച്ചിരിക്കും ഫിനാൻസ് ഫംഗ്ഷൻ്റെ ഓർഗനൈസേഷൻ. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമമായ നിർവഹണം ഉറപ്പാക്കാൻ കഴിവുള്ള ഫിനാൻഷ്യൽ ഓഫീസർ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ ഡിസൈൻ ചെയ്യുന്നു. കഴിവില്ലാത്ത ഫിനാൻഷ്യൽ ഓഫീസർ സിമ്പിൾ ഫിനാൻഷ്യൽ ഓർഗനൈസേഷനെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻ ആൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഓഫീസേഴ്സ് ഇൻ എ ഫേം. Competent financial officer design a sophisticated financial organization to ensure the efficient discharge of finance function. On the other hand, less competent financial officer prefer a simple financial organization. This can work without much financial expertise. Fifth one, organization of other functions. പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് തുടങ്ങിയ മറ്റ് പ്രവർത്തനങ്ങളുടെ ഓർഗനൈസേഷന് ഫിനാൻഷ്യൽ ഓർഗനൈസേഷനിൽ സ്വാധീനമുണ്ട്. സ്ഥാപനത്തിലുടനീളം ഫണ്ടുകളുടെ സുഗമമായ ഒഴുക്ക് ഉറപ്പാക്കാൻ ഫിനാൻസ് ഫംഗ്ഷൻ ആവശ്യമാണ്.
പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് തുടങ്ങിയവയുടെ ഫിനാൻസ് ഫങ്ഷൻ ശ്രദ്ധിച്ചാൽ ഇത് നേടാനാകും. അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് അതർ ഫങ്ഷൻ നെയിംലി പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് എക്സെട്ര ഹാസ് എ ബിയറിംഗ് ഓൺ ദി ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ. Finance function has to ensure the smooth flow of funds throughout the organization. This can be achieved if finance function take care of financial needs of production, marketing, etc. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിനാൻഷ്യൽ ഓർഗനൈസേഷനാണ്. 5 ഘടകങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ, നാച്ചർ ഓഫ് ബിസിനസ്, സൈസ് ഓഫ് ബിസിനസ്, form of organization, ability of financial officer, organization of other functions. അടുത്തത് functions of financial manager or financial management. Functions. The functions of financial manager or financial management may be divided into 2 groups. 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ എക്സിക്യൂട്ടീവ് ഓർ മാനേജീരിയൽ ഫംഗ്ഷൻ, സെക്കൻഡ് വൺ റൂട്ടീൻ ഫംഗ്ഷൻ. 2 ഗ്രൂപ്പാണ്. ഫസ്റ്റ് വൺ എക്സിക്യൂട്ടീവ് ഓർ മാനേജറിയൽ ഫംഗ്ഷൻ, സെക്കൻഡ് വൺ റൂട്ടീൻ ഫംഗ്ഷൻസ്. എക്സിക്യൂട്ടീവ് ഓർ മാനേജീരിയൽ ഫംഗ്ഷൻസ്. എക്സിക്യൂട്ടീവ് ഓർ മാനേജീരിയൽ ഫംഗ്ഷനിലെ പ്രവർത്തനങ്ങൾ ഫിനാൻഷ്യൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡിവിഡൻഡ് തീരുമാനമെടുക്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എക്സിക്യൂട്ടീവ് ഓർ മാനേജീരിയൽ ഫംഗ്ഷനിലെ പ്രവർത്തനങ്ങൾ ഫിനാൻഷ്യൽ, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിവിഡൻഡിൻ്റെ തീരുമാനമെടുക്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽ ഇൻ പ്ലാനിംഗ്, ആസൂത്രണത്തിലെ ഭരണപരമായ വൈദഗ്ധ്യം, അതുപോലെ ഫിനാൻഷ്യൽ കോമ്പിറ്റൻസ്, സാമ്പത്തിക കഴിവ്, ഫിനാൻസ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തു നിന്ന് ടെക്നിക്കൽ ഫോർസൈറ്റ്, സാങ്കേതിക വീക്ഷണം എന്നിവ ആവശ്യമാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഓർ മാനേജറിയൽ ഫംഗ്ഷൻ, ദീസ് ഫംഗ്ഷൻസ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ മേക്കിംഗ്. These functions require administrative skill in planning, financial competence, and technical foresight on the part of financial executive. The following are the important executive functions. First one, financial forecasting and planning. സാമ്പത്തിക പ്രവചനവും ആസൂത്രണവും. ഫിനാൻഷ്യൽ മാനേജറുടെ ഫസ്റ്റ് ധർമ്മം എന്ന് പറയുന്നത് കമ്പനിയുടെ ഫിനാൻഷ്യൽ നീഡ്സ് ഫോർകാസ്റ്റ് ചെയ്യുക എന്നതാണ്. ഷോർട്ട് ടേം അതുപോലെ ലോങ് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആഡ്വക്കേറ്റ് ഫിനാൻസ് ഉറപ്പാക്കുന്നതിനും അതുപോലെ എക്സസ് ഓഫ് ഫണ്ട് ഒഴിവാക്കുന്നതിനുമായി ഫിനാൻഷ്യൽ പ്ലാനിംഗ് നടത്തണം. The first function of financial manager is to forecast the financial needs of the concern. It is necessary to estimate both short-term and long-term financial requirements. The financial planning should be done in such a way as to ensure the availability of adequate finance and avoid excess of funds. Second one, procurement of funds. ഫണ്ടുകളുടെ സംഭരണം. ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ് നടത്തിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്വയറിംഗ് ഫണ്ട്സ് ആണ്. ഫണ്ട് സമ്പാദിക്കുക എന്നതാണ്. ഫണ്ട് പ്രൊക്യൂർ ചെയ്യാൻ കഴിയുന്ന നിരവധി സോഴ്സുകളുണ്ട്. ഈ സോഴ്സുകൾ മേ ബി ഷെയർസ് ആവാം, ഡിബഞ്ചേഴ്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മുതലായവ ആവാം. ഫിനാൻഷ്യൽ എക്സിക്യൂട്ടീവ് ഏറ്റവും മികച്ച സോഴ്സുകൾ തിരഞ്ഞെടുക്കണം. ഇതിനായി വിവിധ സോഴ്സുകളുടെ പ്രോസ് ആൻഡ് കോൺസ്, ഗുണദോഷങ്ങൾ അനലൈസ് ചെയ്യണം. ആഫ്റ്റർ മേക്കിംഗ് financial planning, the next step will be acquiring funds. There are number of sources from which funds can be procured. These sources may be shares, debentures, commercial banks, financial institution, etc. The finance executive has to select the best sources. For this, the pros and cons of various sources should be analyzed. Next one, investment decision. നിക്ഷേപ തീരുമാനം. ഫിക്സഡ് അസറ്റിൽ എത്ര ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നും അതുപോലെ കറണ്ട് അസറ്റിൽ എത്ര തുക ഇൻവെസ്റ്റ് ചെയ്യണമെന്നും ഫിനാൻഷ്യൽ എക്സിക്യൂട്ടീവാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇൻ ദിസ് കേസ് പ്രോഫിറ്റബിലിറ്റിയുടെ ഓർഡറിലാണ് ക്യാപിറ്റൽ വിവിധ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ അലോക്കേറ്റ് ചെയ്യുന്നത്. ഫിക്സഡ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നു. ഫിക്സഡ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നു. കറണ്ട് അസറ്റുകളുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഡിസിഷനെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നു. ഫിക്സഡ് അതുപോലെ കറണ്ട് അസറ്റുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയെ അസറ്റ് മാനേജ്മെൻറ്റ് പോളിസി എന്ന് വിളിക്കുന്നു. അസറ്റ് മാനേജ്മെൻറ്റ് പോളിസി. ഒരു മികച്ച അസറ്റ് മാനേജ്മെൻറ്റ് പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്
ഫിനാൻഷ്യൽ എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടിയാണ്. സക്സസ്ഫുൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് ഇത് അത്യാവശ്യമാണ്. അപ്പോൾ ദ ഫിനാൻഷ്യൽ എക്സിക്യൂട്ടീവ് വിൽ ഹാവ് ടു ഡിസൈഡ് how much fund will be invested in fixed asset and how much in current assets. In this case, the capital is allocated to various investment in the order of profitability. The investment decision relating to fixed capital is called capital budgeting. The financial decision with regard to current asset is known as working capital management. The investment policy of fixed and current asset is called asset management policy. It is the duty of the financial executive to establish a sound asset management policy. This is a requisite to successful financial management. അടുത്തത് മാനേജ്മെൻറ്റ് ഓഫ് ഇൻകം. ഇത് ഫിനാൻഷ്യൽ എക്സിക്യൂട്ടീവിൻ്റെ ഒരു പ്രധാന ഫംഗ്ഷനാണ് മാനേജ്മെൻറ്റ് ഓഫ് ഇൻകം. ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഡിവിഡൻഡ് നൽകണം, എംപ്ലോയീസിന് എത്ര ബോണസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതുപോലെ ടാക്സ് കഴിഞ്ഞുള്ള പ്രോഫിറ്റിൽ നിന്ന് ഫ്യൂച്ചറിൽ എത്ര എമൗണ്ട് റീറ്റെയിൻ ചെയ്യണം എന്നിവ ഫിനാൻഷ്യൽ എക്സിക്യൂട്ടീവ് ഡിസൈഡ് ചെയ്യുന്നു. ദീർഘകാല അടിസ്ഥാനത്തിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മൂല്യം പരമാവധിയാക്കണം. ഒരു ഒപ്റ്റിമം പേ ഔട്ട് റേഷ്യോ നേടാൻ ഫിനാൻഷ്യൽ മാനേജർ ട്രൈ ചെയ്യണം. മാനേജ്മെൻറ്റ് ഓഫ് ഇൻകം. This is the one of the main functions of the financial executive. He has to decide how much to pay dividend to shareholders, how much to distribute as a bonus to employees, and how much to retain for the future out of the profit earned after tax. The financial manager tries to get an optimum dividend payout ratio that maximizes the shareholders' worth in the long run. Next function, management of cash. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മറ്റൊരു പ്രധാന ഫംഗ്ഷനാണ് ക്യാഷ് ഫ്ലോ എസ്റ്റിമേറ്റ് ചെയ്യുകയും അതുപോലെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുക എന്നത്. ബിസിനസ് സുഗമമായി നടക്കുന്നതിന് ശരിയായ സമയത്ത് മതിയായ ക്യാഷ് അവൈലബിൾ ആണെന്ന് ഫിനാൻഷ്യൽ മാനേജർ ഉറപ്പാക്കണം. ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും തുടർച്ചയായും തടസ്സമില്ലാതെയും ഉണ്ടെന്ന് ഫിനാൻഷ്യൽ മാനേജർ ഉറപ്പാക്കണം. ഐഡിയൽ ക്യാഷ് ബാലൻസ് ഉണ്ടാകാതിരിക്കാൻ നിലവിലെ ബാധ്യതകൾ യഥാസമയം നിറവേറ്റുന്നതിന് എത്ര ക്യാഷ് നിലനിർത്തണമെന്നും ഫിനാൻഷ്യൽ മാനേജർ ഡിസൈഡ് ചെയ്യണം. ക്യാഷ് ഇൻഫ്ലോയും അതുപോലെ ക്യാഷ് ഔട്ട്ഫ്ലോയും തമ്മിലൊരു ബാലൻസ് ഫിനാൻഷ്യൽ മാനേജർ നിലനിർത്തണം. Management of cash. Another important function of financial management is estimating and controlling cash flows. The finance manager should see that an adequate supply of cash is available at a proper time for the smooth running of the business. He should also ensure that cash inflows and outflows are continuous and uninterrupted. He has to decide how much cash must be retained to meet current obligations in time so that there would be no ideal cash balance. He must maintain a balance between inflow and outflow of cash. അടുത്ത ഫംഗ്ഷൻ ഡിസൈഡിങ് അപ്പോൺ ബോറോയിങ് പോളിസി. ഓരോ ബിസിനസ് എൻ്റർപ്രൈസും ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിന് അഡീഷണൽ ഫണ്ട് ആവശ്യമാണ്. കയ്യിലുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആയതിനാൽ ക്യാഷ് കടം വാങ്ങി ഫണ്ട് അറേഞ്ച് ചെയ്യണം. കൊമേഴ്ഷ്യൽ ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബൈ ഇഷ്യൂയിങ് ന്യൂ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് തുടങ്ങി നിരവധി സോഴ്സിൽ നിന്ന് ഫണ്ട് കടമെടുക്കാം. അതിനാൽ അഡീഷണൽ ഫണ്ടുകൾ ആവശ്യമുള്ള സമയം, അവ കളക്ട് ചെയ്യുന്ന സോഴ്സുകൾ, എന്തിനു വേണ്ടിയാണ് ഫണ്ട് ആവശ്യമായി വരുന്നത്, ഏതൊക്കെ സോഴ്സിൽ നിന്ന് അവ തിരിച്ചടയ്ക്കാം എന്നിവയെക്കുറിച്ച് ഫിനാൻഷ്യൽ മാനേജർ വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പോൾ every business enterprise plans for the expansion of the business. For these, additional funds are required. As own resources are limited, the funds must be arranged by borrowing money. Funds can be borrowed from several sources like commercial banks, financial institutions, or by issuing new shares and debentures. Therefore, the financial manager will take a decision about the time when additional funds are needed, the sources from which they are procured, for what purpose the funds are needed, and from what sources they can be repaid. അടുത്ത ഫംഗ്ഷൻ നെഗോസിയേഷൻ ഫോർ ന്യൂ ഫിനാൻസിങ്. പുതിയ ധനസഹായത്തിനുള്ള ചർച്ചകൾ. ആവശ്യങ്ങളും അവ നിറവേറ്റുന്നതിന് അനുയോജ്യമായ സോഴ്സുകളും തീരുമാനിച്ച ശേഷം ഫിനാൻഷ്യൽ മാനേജർ സോഴ്സുകളുമായി കോൺടാക്റ്റ് ചെയ്യുകയും നെഗോസിയേഷൻ ചെയ്യുകയും കോൺട്രാക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഫൈനലൈസ് ചെയ്യുകയും ചെയ്യുന്നു.
ഒരു ബാങ്കിൽ നിന്ന് ഷോർട്ട് ടേം ലോൺ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ലൈൻ ഓഫ് ക്രെഡിറ്റ് തുറക്കുകയും ഫിനാൻസ് എക്സിക്യൂട്ടീവ് ബാങ്കുമായി നെഗോസിയേഷൻ നടത്തുകയും ചെയ്യുന്നു. ലോങ് ടേം ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുകയും അതുപോലെ നിരവധി ഫോർമാലിറ്റീസ് ഫിനാൻഷ്യൽ മാനേജർ നടത്തുന്നുണ്ട്. അപ്പോൾ നെഗോസിയേഷൻ ഫോർ ന്യൂ ഫിനാൻസിങ്. ആഫ്റ്റർ ഡിസൈഡിങ് അബൌട്ട് ദ നീഡ്സ് ആൻഡ് സ്യൂട്ടബിൾ സോഴ്സസ് ടു മീറ്റ് ദം, the financial manager has to contact source, carry negotiation and finalizing the terms and conditions of the contract. If short-term credit is being arranged from a bank, line of credit are to be open and the finance executive has to negotiate with the bank in this regard. If long-term funds are needed and additional shares are to be issued, a number of formalities is to be made by him. അടുത്തത് അനാലിസിസ് ആൻഡ് അപ്രൈസൽ ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. ഫിനാൻഷ്യൽ പെർഫോമൻസിൻ്റെ വിശകലനവും വിലയിരുത്തലും. ഫിനാൻഷ്യൽ മാനേജർ ഫിനാൻഷ്യൽ പെർഫോമൻസ് വിശകലനം ചെയ്യുകയും പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിനായി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ഫ്യൂച്ചറിലേക്ക് ആവശ്യമായ ഗൈഡ് ലൈൻ സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഫിനാൻഷ്യൽ പെർഫോമൻസ് ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ സ്റ്റാൻഡേർഡ്, ടെക്നിക്സ്, പ്രൊസീജിയർ എന്നിവ ഇംപ്രൂവ് ചെയ്യുന്നതിന് യൂസ്ഫുള്ളാണ്. ഫിനാൻഷ്യൽ പെർഫോമൻസ് ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ സ്റ്റാൻഡേർഡ്സ്, ടെക്നിക്സ്, പ്രൊസീജിയർ എന്നിവ ഇംപ്രൂവ് ചെയ്യുന്നതിന് യൂസ്ഫുള്ളാണ്. അപ്പോൾ ദ ഫിനാൻഷ്യൽ മാനേജർ ഈസ് ടു റിക്വയർ ടു അനലൈസ്, ചെക്ക് ആൻഡ് അപ്രൈസ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. For this purpose, various financial statements are prepared, analyzed, and then necessary guidelines are set for future. An assessment of financial performance is useful in improving the standards, techniques, and procedure of financial control. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് അഡ്വൈസിങ് ദ ടോപ്പ് മാനേജ്മെൻറ്റ്. ഉന്നത മാനേജ്മെൻറ്റിനെ ഉപദേശിക്കുക. എല്ലാ സാമ്പത്തിക കാര്യങ്ങളിലും ടോപ്പ് മാനേജ്മെൻറ്റിനെ അഡ്വൈസ് ചെയ്യുകയും ഏതൊരു ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റിക്കും ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുക എന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മറ്റൊരു ധർമ്മം. Another functions of financial management is to advise top management on all financial matters and to suggest various alternative solutions for any financial difficulty. Next one, coordination and control. Another function. ഇത് ഏകോപനവും നിയന്ത്രണവും. ഇത് ഫിനാൻഷ്യൽ മാനേജറുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. ബഡ്ജറ്ററി കൺട്രോൾ ടെക്നിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഫിനാൻഷ്യൽ ഡാറ്റയുടെ വേഗത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും ഫിനാൻഷ്യൽ മാനേജർ റെസ്പോൺസിബിളാണ്. ഫിനാൻഷ്യൽ മാനേജറുടെ പ്രധാന ധർമ്മങ്ങളിൽ ഒന്നാണ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോൾ ടെക്നിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും അതുപോലെ ഫിനാൻഷ്യൽ ഡാറ്റയുടെ വേഗത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും ഫിനാൻഷ്യൽ മാനേജർ റെസ്പോൺസിബിളാണ്. This is one of the important functions of financial manager. He is responsible for introduction of budgetary control techniques and for installing a system of prompt communication of financial data. Helping in valuation decision. A number of mergers and acquisition take place nowadays. നിരവധി mergers and acquisition നടക്കുന്നുണ്ട്. A finance manager is supposed to assist management in making valuation etc. ഫിനാൻഷ്യൽ മാനേജറാണ് മാനേജ്മെൻറ്റിനെ മൂല്യനിർണ്ണയം നടത്തുന്നതിൽ സഹായിക്കേണ്ടത്. ഫോർ ദിസ് പർപ്പസ് ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വേരിയസ് മെത്തേഡ്സ് ഓഫ് വാല്യൂയിങ് ഷെയർസ് ആൻഡ് അതർ അസറ്റ്സ് സോ ദാറ്റ് ദി കറക്റ്റ് വാല്യൂസ് ആർ അറൈവ്ഡ് അറ്റ്. ഒരു ഫിനാൻസ് മാനേജറാണ് കറക്റ്റ് വാല്യൂസ് നേടാൻ ഷെയർസിൻ്റെയും മറ്റ് അസറ്റുകളുടെയും വാല്യൂ നിർണ്ണയിക്കുന്നതിനുള്ള വിവിധ മെത്തേഡുകൾ മനസ്സിലാക്കേണ്ടത്. Next one, tax administration. Another duty of finance manager is to help in tax administration and tax planning. ഫിനാൻഷ്യൽ മാനേജറിൻ്റെ മറ്റൊരു ഡ്യൂട്ടിയാണ് ടാക്സ് അഡ്മിനിസ്ട്രേഷനിലും ടാക്സ് പ്ലാനിങ്ങിലും സഹായിക്കുക എന്നത്. അടുത്തത് മിസ്ലേനിയസ് ഫങ്ഷൻസ്. These include various duties with regard to making arrangements for proper account keeping, cost, auditing, security transfer, credit and collection, supply of funds to all departments etc. അതായത് പ്രോപ്പർ അക്കൗണ്ട് കീപ്പിംഗ്, കോസ്റ്റിംഗ്, ഓഡിറ്റ്, സെക്യൂരിറ്റി ട്രാൻസ്ഫർ, ക്രെഡിറ്റ് ആൻഡ് കളക്ഷൻ, സപ്ലൈ ഓഫ് ഫണ്ട്സ് ടു ആൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവയ്ക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വേരിയസ് ഡ്യൂട്ടീസ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്.
അതുപോലെ അതർ ഫങ്ഷൻസ് ഇൻക്ലൂഡ് പ്രൊട്ടക്ഷൻ ഓഫ് അസറ്റ്സ്, ഇക്കണോമിക് അപ്രൈസൽ, ഗവൺമെൻറ് റിപ്പോർട്ടിംഗ്, അനാലിസിസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിഹേവിയർ എക്സെട്ര. മറ്റ് ഡ്യൂട്ടീസാണ് പ്രൊട്ടക്ഷൻ ഓഫ് അസറ്റ്സ്, ഇക്കണോമിക് അപ്രൈസൽ, ഗവൺമെൻറ് റിപ്പോർട്ടിംഗ്, അനാലിസിസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിഹേവിയർ തുടങ്ങിയവ. അതുപോലെ he assists in the cost control exercise in an organization by identifying areas of excessive cost. Areas of excessive cost തിരിച്ചറിഞ്ഞ് ഒരു സ്ഥാപനത്തിലെ കോസ്റ്റ് കൺട്രോൾ എക്സസൈസിൽ അദ്ദേഹം ഫിനാൻഷ്യൽ മാനേജർ സഹായിക്കുന്നു. ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജർ ഓർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് മാനേജറിയൽ ഫങ്ഷൻ ഓർ എക്സിക്യൂട്ടീവ് ഫങ്ഷൻ, സെക്കൻഡ് വൺ റൂട്ടീൻ ഫങ്ഷൻ. ഇനി നോക്കുന്നത് റൂട്ടീൻ ഫങ്ഷൻസിനെ കുറിച്ചാണ്. റൂട്ടീൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഫങ്ഷൻസ് ഓഫ് റൂട്ടീൻ നാച്ചർ. ഇവ പതിവ് സ്വഭാവമുള്ള ഫങ്ഷൻ, പതിവ് സ്വഭാവമുള്ള ഫങ്ഷൻസ് ആണ്. ഈ പ്രവർത്തനങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽ ആവശ്യമില്ല, പ്രത്യേക ഭരണ വൈദഗ്ധ്യം ആവശ്യമില്ല. ദീസ് ഫങ്ഷൻസ് ഡു നോട്ട് റിക്വയർ എനി സ്പെഷ്യലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽ. ദീസ് ആർ പെർഫോംഡ് ബൈ ലോവർ ലെവൽ അസിസ്റ്റൻസ് ലൈക്ക് ക്ലർക്ക് പോലെയുള്ള ലോ ലെവൽ അസിസ്റ്റൻറ്റുകളാണ് ഇവ നിർവഹിക്കുന്നത്. ദീസ് ഫങ്ഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ഡിസിഷൻ ടേക്കൺ ബൈ എക്സിക്യൂട്ടീവ്സ് എടുക്കുന്ന ഡിസിഷൻസ് നടപ്പിലാക്കുന്നതിന് ഈ പ്രവർത്തനങ്ങൾ പ്രധാനമാണ്. ചില പ്രധാനപ്പെട്ട റൂട്ടീൻ ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്, റെക്കോർഡ് സൂക്ഷിക്കലും അതുപോലെ റിപ്പോർട്ടിംഗ്. സെക്കൻഡ് വൺ പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കൽ. 3 മാനേജിങ് ക്യാഷ് ബാലൻസ് കൈകാര്യം ചെയ്യൽ. 4 ക്യാഷ് പ്ലാനിംഗ് ആൻഡ് ക്രെഡിറ്റ് മാനേജ്മെൻറ്റ്. ഫിഫ്ത്ത് വൺ സേഫ് ഗാർഡിംഗ് ദ വാല്യുബിൾ പേപ്പേഴ്സ്, സെക്യൂരിറ്റീസ്, ഇൻഷുറൻസ് പോളിസീസ് എക്സെട്ര. വിലപ്പെട്ട പേപ്പറുകൾ, അതുപോലെ സെക്യൂരിറ്റികൾ, ഇൻഷുറൻസ് പോളിസികൾ തുടങ്ങിയവ സംരക്ഷിക്കുക. 6 പ്രൊവൈഡിംഗ് ടോപ്പ് മാനേജ്മെൻറ്റ് വിത്ത് ഇൻഫർമേഷൻ ഓൺ കറൻറ്റ് ആൻഡ് പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദി ബിസിനസ്സിൻ്റെ നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ ഫിനാൻഷ്യൽ കണ്ടീഷനുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ടോപ്പ് മാനേജ്മെൻറ്റിന് നൽകൽ. ഇതാണ് പ്രധാനപ്പെട്ട റൂട്ടീൻ ഫങ്ഷനുകൾ. നമ്മൾ നോക്കിയത് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. In short, the important functions of financial management or finance manager are: first one, anticipating financial need; second, acquiring financial resources; allocating funds in business; administering the allocation of funds; analyzing the performance of finance; and accounting and reporting to management. These are known as financial management. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ, അതുപോലെ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഓർ ഫിനാൻഷ്യൽ മാനേജറാണ്. താങ്ക് യു.